ഹായ് ഗേയ്സ്, എല്ലാവർക്കും കുട്ടനും കുട്ടിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര പുന്നമടക്കായലിലേക്കാണേ. ഇവിടെ അടുത്ത ഒരു വിവാഹ ചടങ്ങിന് വന്നപ്പോഴാണ് ഇവിടെ അടുത്ത് പുന്നമടക്കായൽ എന്നറിയുന്നത്. അങ്ങനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണേ. ബൈക്കിലാണ് നമ്മുടെ യാത്ര. കായലിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലുള്ള ഒരു തോടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള തോടാണ്. അടുത്തുള്ള വീടുകളിലേക്കുള്ള പാലങ്ങളാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇപ്പൊ ഏകദേശം ഒരു 4 മണിയായി കാണും. പക്ഷികളൊക്കെ ചേക്കേറുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണം ഹൗസ് ബോട്ടിലേക്കുള്ള യാത്രയാണ്. ചെറുതും വലുതുമായ നിരവധി ഹൗസ് ബോട്ടുകളാണ് സഞ്ചാരികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. രസകരമായ കാഴ്ച തന്നെയാണ്. ഇതിനിടയിൽ സാധാരണ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ശിഖാരി വള്ളങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. കായലിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ബോട്ടുകളാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഭാഗത്ത് വലിയ മലിനീകരണമൊന്നും കാണാൻ കഴിയുന്നില്ല കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒരു ബോട്ട് യാത്ര നടത്തണമെന്ന് തോന്നി. പക്ഷെ സമയം കഴിഞ്ഞുപോയി. ഇപ്പൊ ബോട്ടുകളെല്ലാം യാത്ര അവസാനിപ്പിച്ച് കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാവിലെ ഏകദേശം ഒരു 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ ബോട്ട് യാത്ര അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പുന്നമടക്കായലിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോൾ ഇവിടെയാണ് വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഈ നാട്ടുകാരിയായ ഒരു വീട്ടമ്മ ഒരു ചെറിയ വള്ളത്തിൽ സാധനങ്ങളുമായി വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇത് ഇവിടുത്തെ ഒരു നിത്യ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. നമുക്ക് വീട്ടുകാരും സുഹൃത്തുക്കളുമായി വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. രാവിലെ എത്തിയാൽ കായൽ ഭംഗി ആസ്വദിച്ച് വൈകുന്നേരം വരെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. നമ്മുടെ വരവ് ഒട്ടും പ്രതീക്ഷിക്കാതെയായിപ്പോയി. എന്തായാലും അടുത്ത ദിവസം തന്നെ വന്ന് ബോട്ട് യാത്ര നടത്തുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത കാഴ്ചകൾ കാണാം.
ഇപ്പോൾ സമയം വൈകി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.